നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് pTron എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ടാൻജന്റ് അർബൻ എന്ന് പറയുന്ന ഒരു നെക്ക് ബാൻഡാണ്. അപ്പോൾ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 799 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് നിലവിൽ വാങ്ങാൻ സാധിക്കും. മാത്രമല്ല ഈവൻ ബ്ലൂടൂത്ത് വെർഷൻ പോലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ വിലയിൽ ഒരുപാട് പ്രത്യേകതകളുമായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു നെക്ക് ബാൻഡാണ് pTronൻ്റെ ടാൻജന്റ് അർബൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം. ഓർക്കുക, pTron എന്ന് പറയുന്ന കമ്പനി എന്നെ സംബന്ധിച്ച് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ pTronൻ്റെ നിരവധി പ്രോഡക്റ്റുകൾ ഈ ഒരു ചാനലിലൂടെ ഏകദേശം 3-4 പ്രോഡക്റ്റുകൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ pTron എന്ന് പറയുന്ന ബ്രാൻഡിൽ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് മികച്ചൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മാത്രമല്ല മികച്ചൊരു പ്രൈസിങ്ങിലാണ് pTron പ്രോഡക്റ്റുകൾ ഓരോന്നും പുറത്തിറക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും pTronൻ്റെ ടാൻജന്റ് അർബൻ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് pTronൻ്റെ ടാൻജന്റ് അർബൻ എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 60 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നുള്ളതാണ്. പല നെക്ക് ബാൻഡ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ബാറ്ററി ബാക്കപ്പ് നൽകുന്ന ഒരു നെക്ക് ബാൻഡ് ഞാൻ ഈ ഒരു 60 മണിക്കൂറിൻ്റെ അത് ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. അതുപോലെ പഞ്ചി ബാസ് നൽകുന്നുണ്ട്. അതുപോലെ ലോ ലേറ്റൻസി ഗെയിമിങ്ങിന് ഉപയോഗിക്കാം. ENC ഫോർ വോയിസ് കോൾസ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ എന്ന് വേണ്ട നിരവധി പ്രത്യേകതകളുമായിട്ടാണ് ഈ ഒരു നെക്ക് ബാൻഡ് pTron എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയത്. വലിയ ഒരു ബോക്സിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ വേരിയൻറ്റുകൾ ലഭ്യമാണ്. ബ്ലാക്കിൽ ലഭിക്കും, ബ്ലൂ, അതുപോലെ ഗ്രീൻ എന്നീ നിറങ്ങൾ ലഭിക്കും. ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ കണ്ടില്ലേ, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, ലേറ്റസ്റ്റ് വെർഷനാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പല നെക്ക് ബാൻഡുകളും ബ്ലൂടൂത്ത് വെർഷൻ 5, 5.1, 5.2 ഒക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു 5.3 ബ്ലൂടൂത്ത് വെർഷനുള്ള നെക്ക് ബാൻഡ് നമ്മൾ പരിചയപ്പെടുന്നത് പോലും. അപ്പോൾ ഇതേ ഈ ഒരു കേസിനകത്താണ് നമ്മളുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ബാൻഡ് ഇതേ ഇരിക്കുന്നു. അത് പുറത്തേക്ക് എടുക്കാം. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നെക്ക് ബാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ നെക്ക് ബാൻഡ് പുറത്തേക്ക് എടുത്തു. നമുക്ക് അതിലേക്ക് വരാം. വേറെ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ബബിൾ റാപ്പ് പാക്കിനകത്ത് ഇതുപോലെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാനുള്ള QR കോഡ് ഉൾപ്പെടുത്തിയ ഒരു കാർഡുണ്ട്. അതുപോലെ അഡീഷണൽ എക്സ്ട്രാ ഇയർ ടിപ്പുകൾ 2 ജോഡി കൊടുത്തിട്ടുണ്ട്. ഒരു ലാർജ് സൈസും ഒരു സ്മോൾ സൈസും. മീഡിയം സൈസാണ് അതിനകത്ത് ഇട്ട് വരുന്നത്. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേബിൾ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഇത് USB Type-C ചാർജിങ് കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോഡക്റ്റിനോടൊപ്പം ഇതിൻ്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. നമുക്കിനി പ്രോഡക്റ്റിലേക്ക് വന്നാൽ ഇതാണ് pTronൻ്റെ ടാൻജന്റ് അർബൻ എന്ന വയർലെസ് നെക്ക് ബാൻഡ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇത്തരം നെക്ക് ബാൻഡുകളൊന്നും അത്തരത്തിലൊരു മെറ്റാലിക് ഫിനിഷ് പലപ്പോഴും കാണാറില്ല. പലപ്പോഴും പ്ലാസ്റ്റിക്കാണ് നൽകാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം ഒരു മെറ്റാലിക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഇയർബഡ്, ഇത് തമ്മിൽ ഇത്തരത്തിൽ കണ്ടില്ലേ മാഗ്നറ്റിക്കലി ഇങ്ങനെ അറ്റാച്ച് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത്, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുത്തിലിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇവ തമ്മിലിങ്ങനെ അറ്റാച്ച് ആയിട്ട് ഇരുന്നുകൊള്ളും. ഉണ്ടല്ലേ, ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ആയിട്ടങ്ങ് ഇരുന്നുകൊള്ളും. അതുകൊണ്ട് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കണക്ഷൻ പെയർ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെറ്റാലിക് ഫിനിഷ് എന്തായാലും ഇതിനൊരു പ്രത്യേക ലുക്ക് നൽകുന്നുണ്ട്. ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുകൊണ്ട് തന്നെയും ആ ഒരു മെറ്റാലിക് ഫിനിഷിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ഏരിയ, Type-C ചാർജിങ് പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ടൊരു മെനു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പെയറിംഗ് മോഡിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇടത് സൈഡിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ pTron എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചെവിയിലേക്ക് ഇത് വെച്ച് നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെച്ചപ്പോൾ തന്നെ ഈ പുറത്തുനിന്നുള്ള സൗണ്ട് കുറച്ച് എൻവയോൺമെൻ്റലി നോയിസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല രസമുണ്ട് അതുകൊണ്ട് ഇതിന് ചെവി വയ്ക്കാൻ. കുറേ സമയം ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അത് വരുത്തില്ല. കാരണം വെറും 37 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല ഇത് IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ വെച്ചുകൊണ്ട് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ അല്പം ഒന്ന് മഴ പെയ്താലോ മഴ നനഞ്ഞാലോ യാതൊരു പ്രശ്നവും വരില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ വിയർപ്പ് തുള്ളികളകത്തേക്ക് കടന്നാലും യാതൊരു പ്രശ്നവും വരില്ലാണ്ട് ഇതുപോലെ ഉടുപ്പിനകത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് ബ്ലൂടൂത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ബ്ലൂടൂത്ത് 5.3 ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല മാസീവ് ഇൻഡസ്ട്രി ലീഡിങ് 60 മണിക്കൂർ പ്ലേ
ടൈം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒറ്റ ചാർജിൽ 60 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നിരവധി നെക്ക് ബാൻഡുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലതിലും ഒരു 30 മണിക്കൂർ 40 മണിക്കൂറൊക്കെയാണ് ഒരു ഫുൾ ചാർജിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ 60 മണിക്കൂർ ലഭിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല ഇതിൻ്റെ ലോ ലേറ്റൻസിയിലുമുണ്ട് പ്രത്യേകത. 50 മില്ലി സെക്കൻഡാണ് ഇതിൻ്റെ ഒരു ലോ ലേറ്റൻസി. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ, സാധാരണ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ, ഇത്തരത്തിൽ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വലും കേൾക്കുന്ന സൗണ്ടും തമ്മിലൊരു ഡിലേ വരാറുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു ഡിലേ 50 മില്ലി സെക്കൻഡായിട്ട് കുറച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെത്. അതുപോലെ എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു പ്രോഡക്റ്റിനുണ്ട്. അതായത് നമ്മളിത് ചെവിയിലേക്ക് ജസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ ചെവി പൊത്തിപ്പിടിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇൻ ഇയർ ബഡാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്നുള്ള സൗണ്ടിനെ എൻവയോൺമെൻ്റലി അത് നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ സ്മാർട്ട് വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ സപ്പോർട്ടും ഈ ഒരു ഹെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകത തന്നെയാണ്. ഈ ഒരു 60 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് 400 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് 60 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം നമുക്ക് സമ്മാനിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് 5.3 കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ബാറ്ററി കൺസംഷൻ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ചേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു 400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് 5.3 കൊടുത്തിരിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ബാറ്ററി കൺസംഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് 60 മണിക്കൂറിൻ്റെ ഒരു പ്ലേ ബാക്ക് ടൈം നമുക്ക് സമ്മാനിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഫോണിൽ പെയർ ചെയ്യുന്നതിന് ഫോണിനകത്ത് ഇതുപോലെ ബ്ലൂടൂത്ത് ഏരിയ എടുക്കുന്നു. ഈ ഒരു ഹെഡ്സെറ്റ് ഇതുപോലെ നമ്മളിങ്ങനെ ഇടുന്നു. ഈ ഒരു മാഗ്നറ്റിക് ഏരിയ തൽക്കാലം ഒന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തപ്പോൾ റെഡ് ബ്ലൂ ലൈറ്റ് ഇതുപോലെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഫോണിനകത്ത് പെയറിംഗ് റിക്വസ്റ്റ് വന്നു. അത് പെയർ കൊടുക്കുമ്പോൾ ഇത് കണക്റ്റ് ആവും. ഇനി ഒരു പാട്ട് കേട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ക്വാളിറ്റി കുറിച്ച് പറഞ്ഞാൽ 799 രൂപയുടെ ഒരു ഹെഡ്സെറ്റാണ് ഇതെന്ന് ഓർക്കണം. നല്ല വോളിയം ഉണ്ട്, കുഴപ്പമില്ല. അതുപോലെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ള വില കൂടിയ ഹെഡ്സെറ്റുകളിൽ നിന്നുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. ഈ 799 രൂപ മുടക്കി നമ്മളിത് വാങ്ങിയാൽ കുഴപ്പമില്ല, അതൊരു വർത്താണ്. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് 10 mm ഡ്രൈവറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു ബാസിന് മുൻതൂക്കം കൊടുത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, 799 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാതെ ഈ പ്രൈസിന് മുതലാകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ ഇതിനെ നോക്കി കാണുകയാണെങ്കിൽ പീട്രോണിൻ്റെ ഈ ഒരു ടാൻജന്റ് അർബൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.